നമസ്കാരം. മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇനി നിമിഷപ്രിയയെ രക്ഷിക്കാൻ ഒരേ ഒരു പോംവഴി മാത്രമാണുള്ളത്. നിലവിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ശരിയായ ദിശയിലല്ല. ഉപകാരമെന്നുള്ളത് ഉപദ്രവമായി മാറുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരിക്കുന്നുവെന്നുള്ള വെളിപ്പെടുത്തൽ ഇന്നു മുതൽ പുറത്തു വന്നിരിക്കുകയാണ്. യമൻ സർക്കാരിന് പോലും ഇടപെടാൻ കഴിയാത്ത ഒരു വിഷയം, അതിലുണ്ടാകുന്ന ഒരു സാഹചര്യം, അത് മറികടന്നുകൊണ്ട് നിലവിൽ മുന്നോട്ട് നീങ്ങിയാൽ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസമുണ്ടായ ചില അവകാശവാദങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ പുരോഗതിയൊക്കെ തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് തകിടം മറിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ സാമുവൽ ജെറോം അടക്കം പറയുന്നത്. തലാലിൻ്റെ കുടുംബത്തെ ചൊടിപ്പിക്കുന്ന ചില കുപ്രചരണങ്ങൾ അത് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കുന്നതിൽ ഇടുത്തിയായി മാറിയിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് യമനിൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മെഹ്ദി വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ഇന്നായിരുന്നു വധശിക്ഷ നടപ്പിലാക്കേണ്ടത്. അത് താൽക്കാലികമായി ഒന്ന് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. എന്നാൽ മകളുടെ മോചന കാര്യത്തിലുള്ള ആശങ്ക ഇതിന് പിന്നാലെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പങ്കുവെക്കുന്നുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയും വിദേശകാര്യ മന്ത്രാലയം, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ എന്നിവരുടെ സംയുക്ത ഇടപെടൽ മൂലം തന്നെയാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇനി നിമിഷപ്രിയയെ രക്ഷിക്കണമെങ്കിൽ ആകെ ഒരൊറ്റ മാർഗം മാത്രമാണുള്ളത്. അത് ദയാധനം കൊടുത്ത് ഈ കേസിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. നിയമ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. കേന്ദ്രം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നയതന്ത്രപരമായി നമുക്ക് ഇടപെടാൻ കഴിയുന്ന ഏതൊരറ്റം വരെയും നാം സഞ്ചരിക്കും. അതിൻ്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ ഉള്ളത് അവിടുത്തെ കുടുംബത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. അത് സർക്കാർ സംവിധാനങ്ങളിലല്ല നിക്ഷിപ്തമായിരിക്കുന്നത്, മറിച്ച് അല്ലാതുള്ള അനുനയ നീക്കങ്ങളാണ്, വ്യക്തിപരമായുള്ള നീക്കങ്ങളാണ് അവിടെ നടത്തേണ്ടത്. അങ്ങനെ ഒരു നീക്കം നടത്തിയാലും നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുമോ? അങ്ങനെയുള്ള ഒരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ സാധാരണഗതിയിലുള്ള നിയമവ്യവസ്ഥയല്ല നിലവിലുള്ളത്. അവിടെ നടപ്പിലാക്കുന്ന നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ശരീഅത്ത് നിയമപ്രകാരമാണ്. അതുകൊണ്ട് തന്നെയാണ് ദയാധനം കൊടുത്ത് ഈ വിഷയത്തിൽ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയ്ക്ക് മോചനം സാധ്യമാകുമെന്ന് പറയുന്നത്. എന്നാൽ ദയാധനം കൊടുത്താൽ പോലും നിമിഷപ്രിയയ്ക്ക് ജയിലിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു വാർത്ത കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. അതിനുള്ള കാരണം കൂടി വ്യക്തമാക്കാം. അതിനു മുൻപ് ശരീഅത്തിനെക്കുറിച്ചുള്ള കുറച്ച് വശം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണത് നടപ്പിലാക്കുന്നത് എന്നുള്ളത്. ശരിയായ പാത എന്നുള്ള ഒരർത്ഥമാണ് ശരീഅത്തിലൂടെ, അറബി വാക്കിലൂടെ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള വചനമായി കണക്കാക്കുന്ന ഇസ്ലാമിക വിശുദ്ധ ഗ്രന്ഥമായിട്ടുള്ള ഖുറാനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വാക്കുകളെയും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെയും ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഹദീസുകൾ, അതിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ് ശരീഅത്തിൽ ഉൾക്കൊള്ളുന്ന നിയമവും തത്വവും. അതനുസരിച്ച് കൊണ്ടാണ് മുസ്ലിം സമുദായത്തിലുള്ളവർ അവരുടെ വ്യക്തിജീവിതത്തിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലായിരുന്നാലും ഒക്കെ അത് പാലിച്ചു പോകുന്നത്. എങ്ങനെ അവർ മുന്നോട്ട് പെരുമാറണമെന്നും കച്ചവട മനോഭാവത്തിൽ ഏതൊക്കെ നീതി പുലർത്തണമെന്നും വ്യക്തിജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, സാമൂഹിക ജീവികളോട് എങ്ങനെ പെരുമാറണമെന്നും ദൈവകാര്യങ്ങളിൽ എങ്ങനെ ആയിരിക്കണം ആകർഷകരാകേണ്ടത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ഈ ശരീഅത്ത് നിയമത്തിനകത്ത് തന്നെയാണ് ഈ വധശിക്ഷയെക്കുറിച്ചുള്ള ചില സൂചനകളും പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക നിയമത്തിൻ്റെ ഒരു പര്യായമല്ല ഇതെങ്കിൽ പോലും ഇത് ആധാരമാക്കി തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങൾ ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. താലിബാനിലടക്കം അഫ്ഗാനിസ്ഥാനിലൊക്കെ അവർ നടപ്പിലാക്കുന്ന ശിക്ഷാരീതികളും വിധികളുമൊക്കെ നേരത്തെ വാർത്തകളിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മളേവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതിലാണ് ഖിസാസ് എന്ന് പറയുന്നത്. കണ്ണിന് കണ്ണ് എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് ശരീഅത്തിൽ പ്രതികാര നടപടി എന്ന രീതിയിൽ ഖിസാസ് നടപ്പിലാക്കുന്നത്. ഒരാളെ കൊലപ്പെടുത്തിയോ തിരിച്ച് പ്രതിയെ കൊലപ്പെടുത്തുക, ഇത്രമാത്രം, വളരെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ കൊലപാതകം നടക്കുന്ന സാഹചര്യത്തിൽ ഇരയുടെ ബന്ധുക്കൾക്ക് കുറ്റവാളിക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് ശരീഅത്ത് നിയമം അനുസരിച്ച് പറയാം. അത് കോടതി ശരിവച്ചാൽ ഉറപ്പായും വധശിക്ഷ നടപ്പിലാക്കും. ഇനി അതല്ല, അത് ഒഴിവാക്കണമെങ്കിൽ മറ്റൊരു മാർഗമുള്ളത് ദിയ നൽകുക എന്നുള്ളതാണ്. ദിയ എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം. അതിനുള്ള അവസരം ശരീഅത്തിൽ പറയുന്നുണ്ട്. ഇരയുടെ ബന്ധുക്കൾക്കാണ് സാധാരണഗതിയിൽ പ്രതിയുടെ ബന്ധുക്കൾ നഷ്ടപരിഹാരം നൽകേണ്ടത്. ഇരയുടെ ബന്ധുക്കൾ ബിസാസിന് തങ്ങളുടെ അവകാശം വേണ്ടെന്ന് വെച്ച് പകരം ദയാധനം ദിയ കൈപ്പറ്റിയ ഉറപ്പായും മോചനം സാധ്യമാകും എന്നുള്ളതാണ്. ഇതിനെയാണ് ബ്ലഡ് മണി എന്ന രീതിയിൽ പറയുന്നത്. പക്ഷേ അതിനുള്ള അവകാശം പൂർണ്ണമായും ഇരയുടെ ബന്ധുക്കളിൽ നിക്ഷിപ്തമായിരിക്കും.
സർക്കാരിനോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒന്നും തന്നെ ഇടപെടാനോ സ്വാധീനം ചെലുത്താനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇതിൽ നിന്നും രക്ഷപ്പെടുത്തണമെങ്കിൽ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അത് കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ്. ദയാധനം സ്വീകരിച്ചാൽ തന്നെ യമൻ പൗരൻ്റെ കുടുംബം മാപ്പ് കൊടുത്താലേ നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്നും മോചനമുണ്ടാകുകയുള്ളൂ. ദയാധനം അവർ സ്വീകരിച്ചു, ബ്ലഡ് മണി സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം നിമിഷപ്രിയയുടെ ശിക്ഷയിളവുണ്ടാകില്ല. പകരം അവർ തന്നെ ആവശ്യപ്പെടണം. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടാകണം. എന്നാൽ മാത്രമേ അത് പൂർത്തീകരിക്കുകയുള്ളൂ. എന്നാൽ ആ എമൗണ്ട് എത്ര രൂപയാണ് അത് തീരുമാനിക്കേണ്ടത് കേസിനെ ആസ്പദപ്പെടുത്തിയും ഇരയെ ആശ്രയിച്ചും ഓരോ രാജ്യങ്ങളനുസരിച്ചും സന്ദർഭമനുസരിച്ചുമൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കും. ഇരയുടെ കുടുംബം ദയാധനം സ്വീകരിച്ച് കഴിഞ്ഞാൽ തന്നെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കപ്പെടാം എന്നുള്ള ഒരു സൂചന മാത്രമാണുള്ളത്. എന്നാൽ അത് വലിയ തോതിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു സംഭവം കൂടിയാണ്. കോടതി വിധിച്ച ശിക്ഷ അത് ഔദ്യോഗികമായ ശിക്ഷാവിധിയിൽ നിന്നും മാപ്പ് കൊടുക്കാൻ കുടുംബത്തിന് ദയാധനം മാത്രം മതിയോ എന്നുള്ളത്. പ്രതിയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെങ്കിലും ജയിൽ മോചനത്തിന് ദയാധനം സഹായിക്കില്ല എന്നുള്ളതാണ് വസ്തുത. ശിക്ഷ അനുഭവിച്ചേ മതിയാക്കൂ. വധശിക്ഷ ഒഴിവാക്കാം. ദിയ നൽകിയതിന് ശേഷവും ജയിലിൽ കഴിയുന്ന നിരവധി ആളുകൾ ഇന്നും വിദേശ രാജ്യങ്ങളിലുണ്ട്, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങളിലുണ്ട്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ മോചനം നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഏകദേശം 34 കോടി രൂപ സമാഹരിച്ച് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി നാം നൽകുകയുണ്ടായിരുന്നു. 1.5 കോടി റിയാലായിരുന്നു ദയാധനം അവർ സ്വീകരിച്ച് വാദിഭാഗം മാപ്പ് കൊടുത്തത്. അങ്ങനെയായിരുന്നു വധശിക്ഷ ഒഴിവാക്കിയത്. പക്ഷേ 19 വർഷമായി ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് റഹീം എന്നുള്ളതും വസ്തുതയാണ്. അന്ന് സൗദി ബാലനായ അനസ് അൽ ഷാഹിരി കൊല്ലപ്പെട്ട കേസിൽ 2006 ഡിസംബർ മാസത്തിലായിരുന്നു അബ്ദുൾ റഹീം ജയിലിലായത്. അറിയാതെ ആണെങ്കിൽ പോലും തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് എന്ന രീതിയിലാണ് അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചത്. എന്നാൽ പിന്നീട് മാപ്പ് കിട്ടുകയും ജയിൽ മോചിതനാകാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു എന്നുള്ള വിവരമടക്കമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചില സാങ്കേതിക തടസ്സങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തുള്ള ഏകദേശം 50ഓളം മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ തങ്ങളുടെ നിയമവ്യവസ്ഥയിൽ ശരീഅത്ത് കൂടി കൂട്ടി പിണഞ്ഞ് തന്നെയാണ് നിയമം ഉൾപ്പെടുത്തിയിരിക്കുന്നത്, നിയമവശങ്ങൾ നടപ്പിലാക്കുന്നത്. മതേതര നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും ശരീഅത്തിനെ കൂടി അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കും കുടുംബ നിയമങ്ങളും വ്യക്തി നിയമങ്ങളും ഒക്കെ തന്നെ നിലനിൽക്കുന്നത്. ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ നിയമതത്വങ്ങൾ ഉണ്ടായിരിക്കും. കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയടക്കം വളരെ വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള ചില വസ്തുതകളാണ് നിമിഷപ്രിയയുടെ കാര്യത്തിലും ഇപ്പോൾ വലിയ വിഷയമായി നിൽക്കുന്നത്. ഏറെ മനപ്രയാസം നേരിടുന്ന ചില കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുവെന്നും തൻ്റെ മകളെ ഈ യമൻ രാജ്യത്ത് നശിപ്പിച്ച് കളയുന്നത് കാണേണ്ടി വരുമോ എന്ന വിഷമത്തിലാണ് താൻ ഇവിടെ ഇരിക്കുന്നതെന്നാണ് നിമിഷപ്രിയയുടെ അമ്മ ഈ സംഭവവികാസങ്ങൾക്കൊക്കെ പിന്നാലെ പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാം തകർത്ത് കളയുന്ന ചില വാർത്തകൾ വരുന്നു. ഞാൻ കാല് പിടിക്കുന്നു, അവൾ എങ്ങനെയെങ്കിലും നമ്മുടെ കൈകളിലേക്ക് വരുമോ? എൻ്റെ മകനാണ് തലാലെങ്കിൽ ഞാൻ എന്തുമാത്രം വേദനിക്കും. അതേ വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ മക്കളോടും സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു, ആ വീട്ടിലേക്ക് ഉപദ്രവകരമായിട്ടുള്ള ഒരു വിവരങ്ങളോ വാർത്തയോ പങ്കുവെക്കരുത് ദയവ് ചെയ്ത്. അങ്ങനെയുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സു മാറാൻ, അവരെ ചൊടിപ്പിക്കാനുള്ളൊരു കാരണമായി അത് മാറും. അത്തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ മകളെയും കൊണ്ടേ നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഞാനിവിടെ നിൽക്കുകയാണ്. സാമുൽ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയാണ് നാട്ടിലേക്ക് പോയത്. നിമിഷയുമായി ഓൺലൈനിലോ ഫോണിലോ സംസാരിക്കാൻ കഴിയില്ല. അവളിടയ്ക്ക് മെസ്സേജ് എഴുതിയിടും, അമ്മ എന്താണ് വിശേഷം, സാർ എന്തു പറഞ്ഞു. ഇതായിരുന്നു മെസ്സേജ്. 2017 മുതൽ ഇന്നേ വരെ ദൈവം അവളെ പോറലില്ലാതെ കാത്തു. തലാലിൻ്റെ വീട്ടുകാരുടെ സ്നേഹം തന്നെയായിരുന്നു അത്. തലാലിന് പറ്റിയത് എൻ്റെ മകന് പറ്റിയതുപോലെയാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. അവരോട് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. എനിക്കവിടെ നേരിട്ട് ചെല്ലാൻ കഴിയില്ല. അവരുടെ വിഷമം തുടക്കം മുതൽ അറിയാം. തലാൽ എൻ്റെ മകനാണ്, അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോലും താൻ തയ്യാറാണ്. എന്നെ നാട്ടിൽ കൊണ്ടുപോകാൻ സാർ ഒരുങ്ങിയിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ആ മകൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും. കണ്ണീരോടെ യമനിൽ വെച്ച് പ്രേമകുമാരിയുടെ വാക്കുകളായിരുന്നു ഇത്. തൻ്റെ മകളെ ഏത് വിധേനയും രക്ഷപ്പെടുത്തണമെന്ന ആവശ്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. വിഷയത്തിൽ സർക്കാരും എംബസിയും ഒക്കെ വളരെ നല്ല രീതിയിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും പ്രേമകുമാരി പറയുന്നു. വിചാരിക്കുന്നതിലും അപ്പുറത്തുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ടത്തെ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് തനിക്ക് വലിയ വിഷമമായ ഒരു സംഭവമാണ്. മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ കാര്യം എന്തായി എന്ന് എഴുതി വരെ ചോദിച്ചിരുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഇപ്പോൾ ഇവിടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നെന്നാണ് പ്രേമകുമാരി പറയുന്നത്. കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബത്തെ സമീപിച്ച് മാപ്പ് ലഭിക്കുന്നത് സംബന്ധിച്ചാണ് ഇതുവരെ ചർച്ച നടന്നിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദങ്ങൾ, ഇതുവരെ ഉണ്ടായ പുരോഗതിയൊക്കെ തന്നെ തകിടം മറിച്ചെന്നാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകനും സമുൽ ജെറോം പ്രതികരിച്ചത്. എന്താണ് ദിയാധനമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. കുടുംബത്തെ സമീപിച്ച് മാപ്പ് ചോദിക്കുന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ഉള്ള ചർച്ച. മാപ്പ് നൽകിയാൽ മാത്രമേ
ബ്ലഡ് മണിയിലേക്കുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ കഴിയൂ? അത് സംബന്ധിച്ച് കേവലം ഒരു പണമിടപാട് ചർച്ചയല്ല. 2017 മുതൽ ആ കുടുംബവുമായി ബന്ധമുണ്ട്. പതിയെ പതിയെ ആ ബന്ധം ഉണ്ടാക്കിയെടുത്തതാണ്. യമനികൾ ഒരിക്കലും പണം വാങ്ങി മാപ്പ് കൊടുക്കില്ല. ഇന്നലെ വന്ന അവകാശവാദങ്ങളും വാർത്തകളും സാഹചര്യം കൂടുതൽ വഷളാക്കി. അതുവരെ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പോയിട്ടില്ല. 2017 മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയോ ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല. ജൂലൈ 8-നാണ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ പറഞ്ഞത്. സമയപരിധി അവസാനിക്കുന്നു എന്നുള്ളൊരു ഘട്ടത്തിൽ. ഒന്നും ആ കുടുംബത്തിൻ്റെ വികാരത്തെ ബാധിക്കരുത് ദയവ് ചെയ്ത്. അവർ ബഹുമാനം അർഹിക്കുന്ന ഒരു കുടുംബമാണ്. അവർ നല്ല കുടുംബമാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ വെറുതെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയില്ല. നിമിഷയുടെ ജീവൻ രക്ഷിക്കലാണോ ഇത്തരം അവകാശവാദങ്ങളാണോ ഏറ്റവും പ്രധാനം? ചിന്തിക്കണം. ഇതുവരെയുള്ള എല്ലാ പുരോഗതിയും ഒറ്റ ദിവസം കൊണ്ട് പിന്നിലേക്ക് പോയി. ഇതിലെ ഓരോ ചുവടും പതുക്കെ പതുക്കെയായിരുന്നു. എല്ലാ സമയത്തും ആ സഹോദരനുമായും കുടുംബവുമായും ബന്ധം പുലർത്തിയിരുന്നു. ഇതുവരെ സഹോദരൻ ഇങ്ങനെ ഒരു പ്രതികരണം സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയിരുന്നില്ല. ദൈവത്തിന് മാത്രമേ അവരുടെ മനസ്സ് മാറ്റാൻ കഴിയൂ. നമുക്ക് മാപ്പ് ചോദിക്കാനേ സാധിക്കൂ. നിമിഷയുടെ അമ്മയെ വീട് വാടകയ്ക്കെടുത്ത് ഇവിടെ താമസിപ്പിക്കുകയാണ്. എന്നാൽ രാത്രി മുതൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ആ കുടുംബം സമ്മർദ്ദം ചെലുത്തിയാൽ സർക്കാർ വധശിക്ഷ നടപ്പിലാക്കും. ആ കുടുംബവും സഹോദരനും തലാലിന് നീതിക്കായി വർഷങ്ങളോളം പോരാട്ടം നടത്തുന്നവരാണ്. അവർ ധാരാളം പണം ചിലവഴിച്ചു. അതൊക്കെ തന്നെ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നവർ ഒന്നുകൂടി ചിന്തിക്കണമെന്നാണ് സാമുവൽ ജെറോം പറഞ്ഞിരിക്കുന്നത്. ഈ എഫേർട്ടുകളൊന്നും തന്നെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രവൃത്തി ദയവ് ചെയ്ത് നിങ്ങൾ നടത്തരുതെന്നുള്ള അഭ്യർത്ഥന കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.